ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഓൺ സ്റ്റൈൽ വിത്ത് മീ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിയമോളെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കൂടെ ആണെങ്കിൽ നിയമോളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവൾ ഉറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ ഉറങ്ങാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഉറങ്ങാൻ കാത്തു നിന്നാൽ ഇത് പൊളിക്കാൻ കഴിയൂല, കാരണം അത്രയ്ക്കും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റുകൾ എന്ന് പറയാൻ ബാക്കിൽ നിങ്ങൾ കുറേ കവർ കണ്ടില്ലേ, ഈ ഒരു കുറേ കവറുകൾ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഡ്രസ്സ് ആണെന്നാണ് കേട്ടോ കണ്ടിട്ട്. പിന്നെ അതേപോലെ 3 ബോക്സ്, ചെറിയൊരു ഇങ്ങനത്തെ 3 ബോക്സസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് ബോക്സസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ ഗിഫ്റ്റ് എന്ന് പറയാൻ, ഫസ്റ്റത്തെ ഗിഫ്റ്റ് അല്ല കേട്ടോ, അതിലൊരു ഗിഫ്റ്റ് എന്ന് പറയാനേ മോളെ കയ്യിലുള്ള, അയ്യോ സമ്മതിക്കുന്നില്ല, നിൽക്കുവളെ, ഇതാ മോളെ കയ്യിലുള്ള ഈ ബ്രേസ്ലെറ്റ് കണ്ടോ, ഇതാണ് കേട്ടോ ഒരു ഫസ്റ്റത്തെ ഗിഫ്റ്റ് എന്ന് പറയാനേ. പിന്നത്തെ ഗിഫ്റ്റ് എന്ന് പറയാനേ അതൊരു ഗോൾഡിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു ക്യൂട്ട് വളയാണ് കേട്ടോ പിന്നത്തെ ഒരു ഗിഫ്റ്റ് ഉള്ളത്. അടുത്ത ഗിഫ്റ്റും ഒരു ഗോൾഡിൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഇതാ സൂം ചെയ്ത് കാണിച്ച ഈ ഒരു റിംഗ് ആണ് പിന്നത്തെ ഗിഫ്റ്റ്. അപ്പം നമുക്ക് ബാക്കിൽ നിന്ന് എന്തിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം കേട്ടോ. എന്തിലാണ് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ബെഡിൻ്റെ മുകളിലുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, ഫസ്റ്റിന് ഞാൻ ഈ ഒരു റോസ് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഉടുപ്പാണ് കേട്ടോ വരുന്നത്. ഇന്നത്തത് ഈ ഒരു കവറിലുള്ളതാണ് കേട്ടോ. ഇത് ഹസ്ബൻഡിന്റെ കസിൻ കൊണ്ടുവന്നതാണേ. ഈ ഒരു കവറിലാണ് കേട്ടോ. ഇതിൽ വേറെ ഒരു ഉടുപ്പും കൂടി ഉണ്ട്. അത് ഈ കവറത്തല്ല, വേറൊരു കവറത്തതായിരുന്നു. നിയമോള് വെച്ച് കളിക്കുന്നു, അതുകൊണ്ട് കളിച്ചോ. അവള് സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാൻ. പിന്നെ ഈ ഡ്രസ്സിന്റെ കൂടെ ഒരു ക്യൂട്ട് ഹെയർ ബാൻഡും ഉണ്ട് കേട്ടോ. ബോക്സിലാണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്റെ കസിൻ ഉണ്ട്, അവള് കൊണ്ടുവന്നതാണ്. കാരണം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് അവൾ എനിക്ക് തന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ. പിന്നത് വരുന്ന ഈ ഒരു കവറിലാണ് കേട്ടോ. ഇവള് സമ്മതിക്കുന്നില്ല ഗായ്സ് വീഡിയോ എടുക്കാനും. കുരുത്തക്കേടിന്റെ ഉസ്താദാണ് ഈ പെണ്ണ്. കണ്ടോ കുരുത്തക്കേട്. കൈ ഇതും ഒരു ഉടുപ്പാണ് ഗായ്സ്. കുരുത്തക്കേടെന്ന് എന്താ അറിയാത്തൊരു മോളായതുകൊണ്ട് കണ്ടോ, അവന്റെ മുറ്റിന്റെ ഉപ്പ് കണ്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. പിന്നത്തത് ഇതാ ഈ ഒരു കവറിൽ വരുന്നതാണ് കേട്ടോ. ാണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗിഫ്റ്റ് റാപ്പ് ചെയ്തത് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാല്ലേ, അതല്ലേ നല്ലത്. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട്, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ക്ലോസ് എന്ന് പറയില്ലേ, അവർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവർ ഗിഫ്റ്റ് ചെയ്തത് ഒരു വളയും, ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഒരു വള, ആ വളയും ഈ ഡ്രസ്സും ആണ് കേട്ടോ അവർ ഗിഫ്റ്റ് ചെയ്തത്. അത് ബൈ ഹാർട്ട് ലവ് ഇല്ലേ, അതാണ് കേട്ടോ. കണ്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഒരു കവർ, ഇതിൽ 2 ഡ്രസ്സ് ഉണ്ട്. ഇത് ആരാ ഗിഫ്റ്റ് ചെയ്തതെന്ന് അറിയില്ല ഗൈസ്.
ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും അതിന്റെ കൂടെ ഒരു ടോയും വരുന്നുണ്ട് കേട്ടോ. ടോയ് ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരേ കവറിലായതുകൊണ്ട് എടുത്ത് വെച്ചില്ല. കണ്ടോ, നല്ലൊരു ക്യൂട്ട് ടെഡി ബിയർ ആണ്. സെയിം കളർ, ഏകദേശം സെയിം കളർ ഉടുപ്പാണ് കേട്ടോ അവള് ഗിഫ്റ്റ് ചെയ്തത്. ഗൈസ്, പിന്നെ ഈ ഒരു ഫോട്ടോ എൻ്റെ കസിന് വരച്ചതാണ് കേട്ടോ. ഇനിയുള്ളത് ഈ 4 ബോക്സുകളാണ് കേട്ടോ. ഇന്നലത്തെ ഫസ്റ്റ് ഗിഫ്റ്റ്, അതായത് ബർത്ത്ഡേന്റെ അന്നത്തെ ഫസ്റ്റ് ഗിഫ്റ്റ് ഹസ്ബൻഡിന്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെതായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് ഇതെന്താണെന്നല്ലേ, നമ്മുടെ ഡ്രസ്സുകളെല്ലാം ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ബെഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കളിപ്പാട്ടങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം. അതേ മുന്നേ ഞാൻ എൻ്റെ കട്ടിലിൻ്റെ കോലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും നമ്മുടെ ബെഡ് എന്ന് അറിയണമല്ലോ. കാണിച്ചു തരാം. നമുക്ക് വലിയ പെട്ടി ഒന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ, ഏതെടുക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് മുകളിൽ തന്നെ ഉള്ള പെട്ടി എടുക്കാം കേട്ടോ. ഗൈസ്, നമ്മൾ ഈ പെട്ടിയാണ് കേട്ടോ പൊട്ടിച്ച് നോക്കുന്നത്. കണ്ടോ, ഇതെനിക്ക് തോന്നുന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, ഐ മീൻ നാട്ടിലെ ഫ്രണ്ട്സ്, അപ്പൊ അവര് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള കവറൊക്കെയാണ്. അപ്പൊ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇതിന്റെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നിയുക്താന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഞങ്ങൾ വാങ്ങണം 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 എന്ന് വിചാരിച്ച ഒരു ഐറ്റം ആണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്താണെന്നല്ലേ, അത് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇതാണോ നമുക്കറിയില്ല. ചിലപ്പോൾ ഇവര് പെട്ടി കാണിച്ച് നമ്മളെ പറ്റിച്ചതാണെങ്കിലോ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെന്നെയാണോ എന്നുള്ളത്. കാലില്ലേടാ അതിനെ. എന്താ സംഭവം? സോറി ഗൈസ്, കാലുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മള് എന്താ പറയാ, പെട്ടിയിൽ കണ്ട സാധനം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഞങ്ങൾ കുറെ ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്, നമുക്ക് ഫുഡ് കൊടുക്കാലോ. അപ്പം അതാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഫസ്റ്റ് തന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര കാലില്ലേ, അല്ലെങ്കിൽ ഇനി ഊഞ്ഞാലല്ലേ നമ്മൾ പ്ലാസ്റ്റിക്കിന്, അതാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ അല്ല, ചെയറാണ്. സംഭവം കാലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഗൈസ്, അടുത്തതെന്ന് പറയാന് ഈ ഒരു ഭയങ്കര ലെങ്ത് ഉള്ള ഒരു ബോക്സ് ആണ് കേട്ടോ. മനസ്സിലായോ? ഒക്കെ ഓടി കളിക്കാൻ, വീടൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഈ ഒരു ടെന്റ് ആണ്. അടുത്തതും ഈ ഒരു നീല കവറിലുള്ളതാണ്. ഓ നോ ഗൈസ്, നമ്മൾ പണിപ്പെട്ടു ഗൈസ്. ഒന്ന് പൊട്ടി ഒന്ന് എടുക്കാലോ അല്ലേ, അങ്ങനെയല്ലേ? മനസ്സിലായോ? ഇതും ടേബിൾ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞത്, ഒന്ന് പൊട്ടി നമുക്ക് ഒന്ന് ഉപയോഗിക്കാലോ. ഈ ഒരു റെഡ് കളറാണ് കേട്ടോ. ഇതും എനിക്കറിയാം ആരാ തന്നെന്നുള്ളത്. എനിക്കറിയാം, എൻ്റെ ഹസ്ബൻഡിന്റെ 2 ഫ്രണ്ട്സ് കൂടി തന്നതാണ് കേട്ടോ. അതുകൊണ്ട് മോർണിംഗ് ഒക്കെ തന്നത് ഓർമ്മയുണ്ട്. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കാണ് ഒന്ന് മനസ്സിലാവാതെ വന്നത്. ഇവർ ഗിഫ്റ്റ് ചെയ്തതാണ്. പേരൊക്കെ ഉണ്ട്, നിയുക്ത, അമ്മു എന്നൊക്കെ. അപ്പോൾ അവിടെ ചെറിയ മോളുണ്ട്, അമ്മു, അതാണ് അവളുടെ പേര്. നീയെ ഭയങ്കര കാര്യമാണ്. ഓ മനസ്സിലായി. ഉണ്ട്. ഇതെന്താന്നല്ലേ, കണ്ടോ, ഒരു ഓർഗനൈസർ ആണ് കേട്ടോ. നമ്മുടെ ബേബീസിന്റെ
കളിപ്പാട്ടം വെക്കാം, ഡ്രസ്സ് വെക്കാം. ഒരു ഓർഗനൈസർ ആണ്. ഇതിനുള്ളിൽ വേറൊരു പെട്ടുണ്ട് ഗൈസ്. വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. ബ്ലൂ കളറുള്ള ബോക്സ് ആണ്. വലിയൊരു ഇതാണ് കേട്ടോ. അതിലേക്കും വെച്ച് വലുതാണ്. ഐ മീൻ പെട്ടി. എന്താ ഉള്ളില് അറിയില്ല. നമുക്ക് പൊട്ടിച്ച് നോക്കാം. നിങ്ങളിത് വിചാരിക്കുന്നുണ്ടോ ഒരു മൈൻഡിലൊക്കെ ഇതൊക്കെ പൊളിച്ചൂടെയെന്ന്, ഇങ്ങനെയൊക്കെ നശിപ്പിച്ച് പൊളിക്കണോന്ന്? മടിയായിട്ടായി. ഇതിന്റെ മോള് ചിത്രം കണ്ടേ, നമുക്കറിയാം. ഇതിന്റെ മോള് ചിത്രമൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. എന്താ ഗൈസ്, ടെഡി ബിയർ ആണല്ലേ. നിയമോളത് കണ്ട് പേടിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അവർക്ക് ഫസ്റ്റൊക്കെ ഒരു പേടിയാണ്, പിന്നെ അത് പരിചയമായി വരണം. എന്നാലും ഓക്കെയാ. അമ്മേ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നമുക്ക് കൊടുക്കണോ? ഞാൻ എടുത്താ പോരെ? നല്ല രസമല്ലേ? ഹലോ, നല്ല രസമുണ്ട്. ഇത് ഗിഫ്റ്റ് ചെയ്തത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് കേട്ടോ. വർക്ക് ചെയ്യുന്നിടത്തുള്ള ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഫ്രണ്ട്സും കുറച്ച് ഫാമിലീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബർത്ത്ഡേ ഫംഗ്ഷന്. ഇത് ഞാൻ എവിടെ കൊണ്ട് വെക്കും? നിങ്ങൾ പറ. എനിക്ക് വെക്കാനുള്ള സ്ഥലം ഇല്ല ഇവിടെ. നല്ല രസമുണ്ട്. എനിക്ക് പൊന്നുന്നില്ല. ഇനി എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ സിസ്റ്ററും വീട്ടിൽ നിന്നും കൂടി എൻ്റെ അച്ഛനമ്മ അവരും കൂടി ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. കണ്ടോ, ഈ ഒരു ഹെലികോപ്റ്റർ ആണോ ട്രെയിൻ? ഇത് എന്താ ഇതിനെ പറയാ? കണ്ടോട്ടെ, നല്ല രസമുണ്ട്. കണ്ടോ, ഇതിൽ പാട്ട് കഴിക്കൂ. ഇത് പിന്നെ ഈ കവറിലെ ടോയ്സ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ജീപ്പ്, അത് പിന്നെ ഒരു കിലുക്ക, പിന്നെ ചെറിയൊരു ക്യൂട്ട് എന്താ പറയാ ജീപ്പ്. ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെ ഇതാണ് കേട്ടോ. പിന്നെ ഒരു ക്യൂട്ട് ഹെയർ ബാൻഡ്. ഇതാ കണ്ടോ, ഇത് ഒന്നും കൂടെ ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ക്യൂട്ട് ബട്ടർഫ്ലൈ, നല്ല രസമല്ലേ. പിന്നെ ഈ സൈക്കിള് ഹസ്ബൻഡിന് അച്ഛനും അമ്മയും ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഗൈസ്, നമ്മളെല്ലാം ഗിഫ്റ്റും പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി അവസാനം എൻ്റെ റൂമിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം, എന്നിട്ട് പറയണം എനിക്ക് കഴിവുണ്ടോ കഴിവില്ലേ എന്നുള്ളത്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഗൈസ് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതെങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യാന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഭ്രാന്താവുന്നുണ്ട്. ഗൈസ്, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ്. എന്താ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട് എല്ലാം കാണാൻ. അപ്പോൾ ഇതെല്ലാം തന്നവർക്ക് ഒരുപാട് താങ്ക് യു. നമുക്ക് പിന്നെ താങ്ക് യു പറയാനൊന്നും ആയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും താങ്ക് യു. വിഷ് ചെയ്ത എല്ലാവരോടും ഭയങ്കര താങ്ക്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.